أعوذ بالله من الشيطان الرجيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. നബിയെ പറയുക, നിങ്ങളെ ഉണ്ടാക്കുകയും നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവനത്രേ അവൻ. നിന്നെക്കുറിച്ച് നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. അപ്പം എന്താണ് ഇവിടെ നബിയോട് പറയാണ്, അവരോട് പറയാൻ പറയണത്, ആൾക്കാരോട് പറയാൻ പറയണത്, അവരെ സൃഷ്ടിക്കുകയും അവർക്ക് കേൾവി കാഴ്ച ഹൃദയമെല്ലാം നൽകിയ ആരാണ്? അള്ളാഹുവാണ്. അപ്പം നമ്മളെന്താക്കണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ സ്തുതിക്കണം, അള്ളാഹിനെ എന്താക്കണം? അള്ളാഹ്ക്ക് വേണ്ടി നന്ദി ചെയ്യണം. അപ്പം വെറുതെ അതൊന്നും ഇതില്ലാണ്ട് നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും നോക്കാതെ ഒരു അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാതെ നടക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർദി വഇലൈഹി തുഹ്ശറൂൻ. നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. എന്താണ്? അള്ളാഹ് ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ച്, അള്ളാഹാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തേക്കാണ് പോവുക? അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അള്ളാഹു നമ്മളിവിടെ സൃഷ്ടിക്കുകയും നമ്മൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നതിൽ ഒരു ഓർമ്മ നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ എന്താക്കൂല, നന്മകളൊന്നും ചെയ്യൂല, തിന്മകളിൽ മുഴുകിപ്പോവും. നമ്മൾ എന്താക്കണം? അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഓർമ്മ അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ പോകണ്ട, അള്ളാഹാണ് നമുക്ക് പ്രതിഫലം തരണ്ടേ. അപ്പം എന്താക്കണം? നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, നോമ്പെടുക്കുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഇൻഷാ അള്ളാഹ് നമുക്ക് 23, 24 ആയത്തുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്താക്കുക? അത് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക ഇൻഷാ അള്ളാഹ്. മാഷാ അല്ലാ, മനോഹരമായി നമുക്ക് ഹിഫ്ള് പഠിപ്പിച്ചു തന്നു അല്ലേ?